വെൽക്കം ടു ECPSC സ്റ്റഡീസ്. ഇന്ന് 50 ചോദ്യോത്തരങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? മംഗൽ പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഖുദിറാം ബോസ്. 18 വയസ്സിലാണ് രക്തസാക്ഷിയായി മാറിയത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? സ്വാമി വിവേകാനന്ദൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ലാല ലജ്പത് റായ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? VD സവർക്കർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ആഗസ്റ്റ് 15. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, രാജാറാം മോഹൻ റോയുടെ പ്രവർത്തന ഫലമായി സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ? വില്യം ബെന്റിക്ട് പ്രഭു. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 61ാമത്തെ വയസ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. അടുത്തത്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു? 1917 ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഘൃതരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നിറങ്ങിയ സ്ഥലം? കോഴിക്കോട്. അടുത്തത്, ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ എത്തിയിട്ടുണ്ട്? 5 തവണ. അടുത്തത്, ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം? കൊൽക്കത്ത സമ്മേളനം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. അടുത്തത്, ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? തുർക്കി. അടുത്തത്, വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടെ? കാപ്പാട്, കോഴിക്കോട് കാപ്പാട്ട്. അടുത്തത്, അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര്? ഗാന്ധിജി. അടുത്തത്, ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത്, ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം? കൊൽക്കത്ത സമ്മേളനം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. 168 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? പഴശ്ശിരാജ. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞുപോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ജവഹർലാൽ നെഹ്റു. അടുത്തത്, ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലായിരുന്നു? ലാഹോർ ഗൂഢാലോചന കേസ്. അടുത്തത്, 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്കിൽ ജനിച്ച് പിന്നീട്
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായി മാറിയ നേതാവ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ട വർഷം ഏത്? 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ദിനപത്രത്തിന്റെ പേര് എന്താണ്? നാഷണൽ ഹെറാൾഡ്. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിന്റെ പേര്? നവജീവൻ ട്രസ്റ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മലയാളി? സി ശങ്കരൻ നായർ. അടുത്തത്, രക്തം പുരണ്ട ഈ അദ്ധ്യായം ഞാനിനി വലിച്ചു നീട്ടുന്നില്ല. ഏത് സംഭവത്തെക്കുറിച്ചാണ് നാം ചങ്ങല പൊട്ടിച്ച കഥയിൽ ഇങ്ങനെ വിവരിക്കുന്നത്? ജാലിയൻ വാലാബാഗ് സംഭവം. കരിയിലയിൽ വീണ കനൽത്തരി എന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തെയാണ് കെ തായാട്ട് വിശേഷിപ്പിച്ചത്? ബംഗാൾ വിഭജനം. വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷം ഏത്? 1925. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മലയാള ഗ്രന്ഥമാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ. ഗ്രന്ഥകാരൻ്റെ പൂർണ്ണനാമം എന്താണ്? തായാട്ട് കുഞ്ഞനന്ദൻ. വീശിയെത്തുന്ന കുളിർക്കാറ്റ് പോലെ, ദളമർമരം പോലെ, പ്രശാന്തമായ പ്രവാഹം പോലെ, തേനരുവി പോലെ, അത്രയും ഹൃദ്യം, മധുരം, വശ്യം. ആരുടെ പ്രസംഗത്തെയാണ് കെ തായാട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയുടെ. വന്ദേ മാതര ഗാനം പാടി പുഞ്ചിരി തൂകിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റെജിമെന്റിന് നേതൃത്വം വഹിച്ചത് ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലക്. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായിട്ടാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ടാണ്. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? അരവിന്ദ ഘോഷ്. 50ാമത്തെ ക്വസ്റ്റ്യൻ. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തി കെട്ടിയത് എന്നായിരുന്നു? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. ഇതോടെ 50 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ളത് തീർന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.